സരിതയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റൂ ആണെന്ന് ചിക്കൻ സ്റ്റൂ ചെയ്യണത്. അടിപൊളിയൊന്നും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാലും മതിയില്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ള കളറിൽ തന്നെ ഇരിക്കണം ചിക്കൻ അല്ലേ. ശരിക്കും പരതാൻ പോയേക്കായിരുന്നു മാംഗോസ്റ്റിന്റെ താഴെ. ഒരെണ്ണുള്ളോ ചേട്ടൻ എവിടെ നോക്കി പറക്കൊണ്ടിരുന്നേ. അതാണ് എന്റെ ചിക്കൻ സ്റ്റൂ. പാസ്ത വന്നോന്ന് എനിക്ക് അറിയില്ല. ഈ ചാറ് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. ചായ തരൂ. ഇതാണ് വേഗം ഉണ്ടാക്കാം. നാളെ പാല് പിഴിയണ ഒരു പണിയുള്ളത്. പിന്നെ ചേട്ടൻ ചെയ്തോളൂ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് നമ്മുടെ അല്ലി ചേച്ചിയാണ്. അല്ലി ചേച്ചി നമുക്ക് ഒരു ഉള്ളി ചിക്കൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനം. അപ്പോൾ വീണ്ടും ആളുടെ ഒരു പുതിയൊരു റെസിപ്പി നമുക്ക് ചെയ്യാണ്. അടുത്ത് ചെയ്യാൻ പോണത് പുതിയതല്ല, ഇത് സരിതയ്ക്ക് വേണ്ടി സ്റ്റൂ ആണ്. അന്ന് വന്നപ്പോ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് സരിതയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റൂ ആണെന്ന് ചിക്കൻ സ്റ്റൂ ചെയ്യണത്. വെള്ളയപ്പത്തിനും പത്തിരിക്കും എല്ലാത്തിനും കൂടി ബ്രെഡിന്റെ കൂടെയാണ് നമ്മള് സാധാരണ കൊടുക്കാറ്. അതിന് വേണ്ടിട്ട് സ്റ്റൂ ആണ് കേട്ടോ നമ്മള് ചെയ്യാൻ പോണേ. ഇതൊക്കെയാണ് സാധനങ്ങള്. കോഴി, സബോള, ഇഞ്ചി, പച്ചമുളക്, പട്ട, കരയാമ്പ്, ഏലക്കായ, പിന്നെ ഇത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞ് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അത് വേവിച്ച വെള്ളമാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഒഴിക്കാൻ കഷ്ണണ്ടി, മുന്തിരി താളിച്ചൊഴിക്കാനുള്ളത് സാധനങ്ങളൊക്കെ തന്നെ. തേങ്ങാപ്പാല്, ഇത്ര ഐറ്റംസ് ആവശ്യമുള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടി വരുമ്പോ അപാരമായ ടേസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങള് ആ വീഡിയോ ഉള്ളിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങള് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതേ മാവിന്റെ ചോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മുറ്റത്ത് തുടങ്ങാണ്. ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മുടെ ഹെൽപ്പർമാര് ചേച്ചിമാര് ഇതേ വന്നിട്ട് ഇവിടെ ഇഞ്ചി കരിഞ്ഞത്, പച്ചമുളക്, സവാള വളരെ കുറച്ചിട്ടുള്ളൂ കേട്ടോ. സവാളയൊക്കെ അതേ 2 ഇതായിട്ടിട്ടുള്ളൂ. വേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പൊ നമ്മള് വെളിച്ചെണ്ണയിലേക്ക് 2-3 ഏലക്കായ, പട്ട, കരയാമ്പൂട്ടും. അതെ, ഇത്രയ്ക്ക് ചിക്കനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനില് ഉപ്പും ചൊറുക്കിയും വിനാഗിരി അത് ചേർത്തിട്ട് കുറച്ച് സമയം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ. അതിലിടും. അത് അതിലേക്കിട്ടു. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. പല രീതിയില് പലരും സ്റ്റൂ വെക്കാറുണ്ടാവും. ഇത് അല്ലി ചേച്ചിയുടെ രീതിയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനെയല്ല അങ്ങനെയെന്നൊന്നും പറയരുത്. എന്റെ രീതി എങ്ങനെയാണ്. എന്റെ വീട്ടില് എന്റെ മമ്മി, ഇവിടെ അമ്മച്ചിയൊക്കെ വെക്കണ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീ കുറച്ച് വെക്കണു. തീ കുറച്ച് വെച്ചു കേട്ടോ. ഒന്ന് വേവണോട് കൂട്ടിയിട്ട് ഇതിൽ കിടന്ന് വേവട്ടെ. വെള്ളമൊന്നും ചേർക്കണില്ല. ചിക്കനിലെ വെള്ളത്തിൽ വേവട്ടെ. മൂടല്ലേ ആളത് വെച്ചോണ്ട് മൂടണത് എടുക്കാൻ വേണ്ടിട്ടാണ് അവൻ നിക്കണേ. കൊറേയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്റെ കൂടെ. കുറച്ചൊക്കെ എന്നാലും ധൈര്യം ഇല്ലാന്ന് പറയാ. നീ ഉണ്ടെങ്കി അവിടെ കുഴപ്പമില്ലാന്ന് പറയും. ഞാൻ പറയാം ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോണെങ്കി ഇവരൊന്ന് രക്ഷയില്ല. അതെത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും അല്ലേ. അല്ല, നമ്മളിപ്പോ നിങ്ങളുടെ അടുത്ത് ചെറുത് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇവിടെ നിന്ന് ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ ആണെങ്കിലും നമ്മളൊരു ചെറുത് ചെയ്യുമ്പോ ഉള്ളിൽ അതൊരു ഭയങ്കര പേടി തന്നെയാണ്. കഴിഞ്ഞു കൊണ്ടുപോയി അവര് അടിപൊളിന്ന് പറയണ വരെ അല്ലേ. അടിപൊളിയൊന്നും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാലും മതിയില്ലേ. അത് മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഒന്നാമത്തേല് ഇങ്ങനത്തെ സ്റ്റൗ എന്ന് പറയണത് തീ എത്ര കുറച്ചാലും നല്ല തീ ഉണ്ടാവും. ഈ ടൈപ്പ് സ്റ്റൗ ആവുമ്പോഴേ അപ്പൊ അതിന്റെ തീ കൂടുതലിന്റെയാണ്. പിന്നെ കുറച്ചല്ലേ, ക്വാണ്ടിറ്റി കുറവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു കളർ മാറിയ പോലെ. എന്താ വേവായി. ഒന്നും കൂടി ചെറിയ നേരത്തെ അത്ര വലിപ്പമുള്ള കഷ്ണങ്ങളല്ലല്ലോ, ചെറിയ കഷ്ണങ്ങളല്ല. അപ്പൊ വേവായിട്ടാ പെട്ടെന്ന് തന്നെ വെന്തു. ഒന്നുകൂടി ഒന്ന് മൂടിയിട്ടിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ വെന്തു കേട്ടാ. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാണ്. ഈ ചിക്കൻ മാറ്റി വയ്ക്കും.
ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. മതി മതി. അല്ലാതെ ബാക്കിയുള്ള പട്ട, കരയാമ്പോ, ഏലക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു. പട്ട, കരയാമ്പോ, ഏലക്കായ കേട്ടാ, ഈ 3 ഐറ്റംസ്. ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഈ സാധനങ്ങൾ അതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇട്ടു. കറയാട്ടോ. ആദ്യമായിട്ടാണോ ഉണ്ടാവണേ? കേടാ എപ്പോഴും ഇതിനകത്ത്. വലിപ്പല്ലിയ ആണോ? മഴ പെയ്തുമ്പോഴാ കേട് തന്നെ. വലിപ്പല്ലിയ ഇത് ഒഴിക്കാൻ പോവാട്ടോ. ഇത് 2ാം പാലാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുള്ളോട്ടെ, അധികം സമയം വഴറ്റിയിട്ടൊന്നുമില്ല. അതിലേക്ക് 2ാം പാൽ ഒഴിച്ചു. ഇപ്പൊ ഞങ്ങള് കേറ്ററിങ്ങിന്റെ പരിപാടിക്കാണെങ്കിൽ 3ാം പാലും കൂടി എടുക്കും. അപ്പൊ നമ്മളൊരു ഇത്തിരിയല്ലേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് 2ാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉപ്പ് ചേർക്കണു കേട്ടാ. ചേർത്തു. പിന്നെ ഇതിന്റെ കൂടെ ഈ സാധനം മക്രോണി, പാസ്ത, മക്രോണി ചേർക്കണു. അതെ, ഈ വേവിച്ച പിന്നെ വേവിച്ച് വെച്ചേക്കണ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്. മറ്റേ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്തു. ഒന്ന് സെറ്റ് ആവട്ടെ, തിളച്ച്. കറയാണ് കേട്ടോ. താഴെ വീണ് കിടക്കണ്ടാവും ചിലപ്പോ. ഇന്ന് പറക്കിയാല് കിട്ടിയ ഈ സാധനം ഈ പുളിയാത്തിക്ക് അറിയില്ല. വിജി പറക്കി കൊണ്ടുവരും. വിജി ചേട്ടൻ ഞെക്കി പഴുപ്പിച്ച് പൊട്ടിച്ചെടുത്തോണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നു. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെ എരിവാണ് അതിന് എരിവ് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയാണ് കുറച്ച് മുന്നേ വരേണ്ടത്. ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇസ്റ്റു പിരിയാണ്ട് നോക്കണതാണ്. ഇസ്റ്റു ആയാലും ഫിഷ് മോളി ആയാലും പിരിയാതെ കിട്ടണം. നാളികേരപ്പാല് പിരിയാതെ കിട്ടണം. ഞാൻ ഈ മക്രോണി ഇതിലേക്ക് ഇടണത് കട്ടിക്കും കൂടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ഞാൻ കണ്ടിട്ടില്ല ഈ ചിക്കൻ സ്റ്റൂല് അല്ലെങ്കിൽ ഇങ്ങനത്തേലൊന്നും ഈ മക്രോണി എടുക്കുന്നത്. ഞാൻ ഫിഷ് മോളി വെക്കുമ്പോഴും സ്റ്റൂ വെക്കുമ്പോഴും മക്രോണി ഇടും. അപ്പൊ അതിന് വേറെ ഒന്നും നമ്മൾ കട്ടിക്ക് ചേർക്കേണ്ടത് തന്നെ. അതിന്റെ ഒരു ഇത് വരുമ്പോ തന്നെ കട്ടി ഇത് നന്നായി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലേക്ക് നമ്മള് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തു കേട്ടാ. ഇത്രയും മൂക്കണ്ടെന്ന് മാത്രം. ഇതിന്റെ കളറ് പോവാതെ വഴറ്റിയെടുക്കണം. വെള്ള കളറിൽ തന്നെ ഇരിക്കണം ചിക്കൻ അല്ലേ? ശരിക്കും വെള്ള കളറിൽ തന്നെ ഇരിക്കും. ഇനി 1ാം പാൽ ഒഴിക്കണം. 1ാം പാൽ ചേർത്തു. പരിപാടിയൊന്നും ഇല്ല. ഇനി കാച്ചി ഒഴിക്കുക. നിറം കുറച്ച് ഇതായി മാത്രം. ഉപ്പും ഇതൊക്കെ നോക്കണം. 1ാം പാൽ വെച്ച് തിളക്കണ്ടല്ലോ. ഞാൻ തിളച്ചിട്ടാ ഞാൻ ഓഫാക്കുള്ളൂ. ഒരുപാടല്ല കേടാ. നമുക്ക് കൊടുത്തുവിടാനുള്ള ഇതിലാവുമ്പോ ഞാൻ തിളപ്പിച്ചിട്ടാണ്. പായസത്തിന് എല്ലാരും പറയാ 1ാം പാൽ ഒഴിച്ച് തിളക്കണ്ടെന്ന്. പക്ഷെ ഞാനൊന്ന് എന്റെ ഒരു സമാധാനത്തിന് തിളപ്പിച്ചിട്ട് തന്നെ ഓഫാക്കാറുള്ളൂ. ഉപ്പ് വേണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. കുരുമുളക് പൊടി ചേർത്തു. കുരുമുളക് പൊടിയും കുറച്ചുകൂടെ ചേർത്തു. അത് എരിവ് നോക്കിയിട്ട് നമ്മുടെ ആ പാകത്തിന് ചേർക്കാം അല്ലേ? ഇഷ്ടമുള്ള പോലെ. അപ്പൊ അതേ ചിക്കൻ സ്റ്റൂവിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് കാച്ച വേണ്ടോ? ഊളാണോ? ഏയ് ഇല്ല. ഞങ്ങളിവിടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചേട്ടനവിടെ മസാലപ്പൊടി എന്താ പറയാ പരതാൻ പോയേക്കായിരുന്നു മാംഗോസിന്റെ താഴെ. ഇതേ ഒന്ന് തിളച്ചു വന്നപ്പോ തീ ഓഫ് ചെയ്തു കൂട്ടാ. അപ്പൊ ദേ ഇങ്ങനെ ചെയ്ത് കണ്ട നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, പാലൊന്നും പിരിയാണ്ട് കണ്ടാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര സമയം കൊണ്ട് പാസ്ത വെന്തുണ്ടാവൂലേ? വേവും. ഭഗവാനെ ഉണ്ടാവും. ഉണ്ട്.
വേവണ്ടതാണ്. കേറ്ററിങ്ങിനൊക്കെ എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രാവിലേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടേക്ക് ഞങ്ങൾക്ക് ഇത് തന്നെയാവും, ഇസ്റ്റു തന്നെയാവും. അപ്പൊ ഈ കശുവണ്ടി മുന്തിരിയൊക്കെ ഇടുന്നത് അവരുടെ ഇതിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ കാച്ചി വെക്കുക. എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമ്മളിതിങ്ങനെ വെച്ചിരിക്കുമ്പോൾ കശുവണ്ടി മുന്തിരിയൊക്കെ താഴേക്ക് പോകും. ഇവിടെ വെക്കണേലാവും കശുവണ്ടി മുന്തിരി മുഴുവൻ കെടുക്കുക. അപ്പൊ അതുകൊണ്ട് അവരുടെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ കാച്ചി ഒഴിക്കുമ്പോൾ അതിന്റെ ഒപ്പാണ് ഇത് ഒഴിക്കാല്. മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കില്ല. അത് പായസത്തിനാണെങ്കിലും അങ്ങനെ തന്നെ. കശുവണ്ടി മുന്തിരി വറുത്ത് കഴിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് കഴിഞ്ഞിട്ട് അവർ പകർത്തി കഴിഞ്ഞിട്ട് അവരുടെ ആ പാത്രത്തിലേക്ക് ആദ്യം ആക്കിയിട്ടാണ് ബാക്കിയുള്ളത് നമ്മളിവിടെ. അത് ചിലപ്പോഴും അങ്ങനെ ആയിരിക്കും, നമ്മളിവിടെ ഇത്തിരി വെക്കണ ആ ബാക്കിയിൽ ഇത് താന്നു പോയിട്ട് കശുവണ്ടി മുന്തിരി മുഴുവൻ അതിനകത്ത് കിടക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ തന്നെ എടുക്കുമ്പോൾ മുഴുവൻ കശുവണ്ടി മുന്തിരി പോയവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറ്. കാച്ചാൻ വേണ്ടിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ 2 കയ്യിൽ ഒഴിച്ചു കേട്ടാ. ചുമന്നുള്ളി അരിഞ്ഞതിട്ടോ എനിക്ക്. നിലത്തുനിന്ന് തന്നെ ഞങ്ങൾ എടുക്കാറ്, പൊട്ടിച്ചെടുക്കാറ്. എത്ര ഉണ്ട് ഇവിടെ മാംഗോസ്റ്റീൻ? ഒരെണ്ണം തന്നെയുള്ളൂ. ഒരെണ്ണുള്ളൂ. ചേട്ടൻ എവിടെ നോക്കി പറിക്കൊണ്ടിരുന്നേ? അതാ ഞാൻ പറഞ്ഞ വിജിയെ പറക്കി കൊണ്ടാണ്. ആ പുള്ളിക്കാരത്തിയാണ് പറമ്പില് കൂടുതലുണ്ടാവേ. കറിവേപ്പില ഓഫ് ചെയ്തതിന് ശേഷം വേപ്പിലിട്ടു. തരി മഞ്ഞളിടും. എന്തിനാ ഇടണേന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ മമ്മിയൊക്കെ ഇടണ. ഇത് തരി മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിക്കണ ഗരം മസാലപ്പൊടി കുറച്ചിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടാ. ഇതിന് ഈ ചൂട് മതിയാവോ ആവാൻ? ഒന്ന് വേണേ കത്തിക്കാം. ഒന്ന് കത്തിക്കണ്ട തീ. ഇത് മുള്ളി വല്ലാണ്ട് മുരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാതെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ പറയാം. നമ്മൾ മീൻ കൂട്ടാനൊക്കെ കാച്ചണ പോലെ അത്രയും മൊരിയണ്ട ഉള്ളി മതി. ഇത് അതിൽ കിടന്ന് ഇനി വീർത്തോളും. തീ കെടുത്തിട്ടാ. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒരു ഭംഗിക്ക് ഞാൻ എപ്പോഴും പഴുത്ത മുളക് ഉണ്ടെങ്കിൽ അവസാനം ഇതിങ്ങനെ ഇടും. മറ്റത് ഇങ്ങനെ ഒന്ന് വാടിയ പോലെ അതിൻ്റെ കളറൊക്കെ പോകുമല്ലോ. അപ്പം ഈ ഒരു പല കളറിലുള്ള കുറച്ച് മുളകുകൾ ഉണ്ടെങ്കിൽ അത് ഇടും. അതാണ് എൻ്റെ ചിക്കൻ സ്റ്റ്യൂ. സരിത അന്ന് വന്നപ്പോൾ കഴിച്ചത് ഇത് തന്നെയാണ്. ബ്രെഡ് വേണോ ടേസ്റ്റ് ചെയ്യാൻ? ടേസ്റ്റ് ചെയ്യാറായി. ഇരിക്കുകയാണ് നമ്മൾ ചെയ്യണത് നോക്കിയിട്ട്. അപ്പൊ ആളവിടെ പറയാം മണം വരുന്നു. റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. സാധാരണ കളർ ഇച്ചിരി മാറിയതാ. ഞാൻ ഇത്തിരി മൂപ്പ് കൂടിയല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള വ്യത്യാസം. ഈ മഞ്ഞൾ ഞാൻ എപ്പോഴും ഇടും കേട്ടോ. തരി മഞ്ഞൾ. അതെന്തിനാ ഇടണേന്ന് എനിക്കറിയില്ല. എടുത്തു. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെഡും വെള്ളയപ്പം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ തിന്നാം. പത്തിരി ഞങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങള് ബ്രെഡും അപ്പാണ് അതിന്റെ കൂടെ. ഇതൊക്കെ എന്ന് പറഞ്ഞാ വിരുന്നുകാരൊക്കെ വരുമ്പോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ. ഞങ്ങളുടെയൊക്കെ വീട്ടില് എല്ലാരും ഇങ്ങനെ വരുമ്പോ ഉള്ളൊരു സാധനമാണ് രാവിലെ. അല്ലെങ്കിൽ നമ്മള് ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വരുമ്പോ രാവിലെ ചെയ്യണത് ഇതായിരിക്കും അല്ലേ. ഇത് ചിക്കന് പകരം നമുക്ക് ഞങ്ങള് ഫിഷ് മോളി ഇല്ലേ, അതാണ് പിന്നെ പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ മട്ടൻ ഇടും. മട്ടന്റെ ഇത് തന്നെ. ഈ ചിക്കന് പകരം ബീഫ് ഇടും. പിന്നെ ചിലപ്പോ മറ്റൊരു ഇത് പറയുമല്ലോ, മട്ടൻ പറയും. മട്ടൻ ബാക്കിയൊക്കെ ഇങ്ങനെ സെയിം വെക്കണത് ഇതൊക്കെ ഇത് തന്നെ. മട്ടനൊക്കെ ആണെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും കുക്കറിലൊന്ന് വേവിക്കണം. എന്താ വേണ്ട? ചിക്കൻ്റെ പീസ് വേണം. നമ്മള് കുറച്ച് നേരത്തെ എത്തണ്ടായിരുന്നു. നേരത്തെ എത്തിയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഇതാ ഉണ്ടാക്കാം അല്ലേ. പാസ്ത വന്നോന്ന് എനിക്ക് അറിയില്ല. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്.
അയ്യോ എനിക്കിത് കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ വയറ് ഞാൻ തന്നോടൂലോ. കാറ്ററിങ്ങിന് കൊടുക്കുമ്പോ തന്നെ ഇതേപോലെ തന്നെയല്ലേ കൊടുക്കാം. അതേ വെപ്പ് തന്നെയാണ് ഈ വയ്ക്കുന്നത്. സാധനം കഴിക്കാൻ ഭാഗ്യണ്ടാവണമെങ്കിൽ ഇവിടെ തന്നെ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യണം. അതന്നെ. അല്ലി ചേച്ചിയുടെ ഭക്ഷണങ്ങൾ വേണമെന്നുള്ളവർ ഇതേ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ചോളൂ കേട്ടാ. ഈ ചുറ്റുവട്ടം അല്ല, വളരെ ദൂരമുള്ളവർക്ക് പറ്റില്ല. തൃശ്ശൂര് ജില്ല മുഴുവൻ തന്നെ പോവില്ല. ഓ തൃശ്ശൂര് ജില്ല മുഴുവൻ പോവില്ല. ഈ ചാറ് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? നമ്മള് എന്താ ചിരിയിരുന്നു ചേച്ചിക്ക്? അല്ലേ, നല്ല രസല്ലേ? ഞങ്ങൾ കഴിക്കാറുണ്ട്, നന്നാവാറുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലേക്കൊക്കെ ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മേടിക്കാറുണ്ട് പരിപാടിക്കൊക്കെ. അപ്പൊ ബിരിയാണിക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഇങ്ങനത്തെ പ്രാവശ്യം നിങ്ങൾ വരുമ്പോ ബിരിയാണി ആവാം. നമ്മള് ഇങ്ങനെ ഈ മറ്റേ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനത്തെ ഇസ്റ്റു കണ്ടിട്ട് ഞാൻ കഴിക്കാറില്ല കേട്ടാ. ഞാൻ ഇടാറ് പോലും ഇല്ല. ഞാനും എടുക്കാറില്ല. അത് ഒരു പ്രാവശ്യം അവിടെ നിന്ന് കഴിച്ചിട്ടേ എനിക്കത് ഇഷ്ടപ്പെടാണ്ട്, അപ്പൊ പിന്നെ ഞാൻ കഴിക്കാറില്ല അത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് വന്നപ്പോ എനിക്ക് ഇടണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ട് പക്ഷെ കഴിച്ചോ ഭയങ്കര ഇഷ്ടമായി. വെളുത്തിരിക്കുന്ന ചിക്കനും ഗംഭീര സാധനം. വെളുത്തിരിക്കണം ചിക്കൻ, അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഇത്തിരി ഒന്ന് മൂപ്പ് കൂടിയ കാരണമാണ് ചിക്കൻ നിറം മാറരുതെന്നാണ് പറയാ. നന്നായി ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരട്ടി വെക്കുക. ഞങ്ങളിപ്പോൾ എന്ത് ചിക്കൻ്റെ എന്ത് കൊണ്ടുവന്ന ചിക്കനായാലും ബീഫായാലും പോർക്കായാലും കൊണ്ടുവന്നാൽ ആദ്യം തന്നെ ചെയ്യുക, ഉപ്പും ഇത്തിരി ചൊറുക്കൊഴിച്ച് കാണാല്ലേ അപ്പൊ ആള് വരും അങ്ങട് പിടിക്കുള്ളൂ. സൈമൺ ചേട്ടൻ പറയണതേ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോഴല്ലാന്ന് ടേസ്റ്റ്. കുറച്ച് സമയം അത് ഇരിക്കണം. ആ ചിക്കനിലേക്ക് ചിക്കൻ ഇപ്പം ചേർത്തല്ലോ, അപ്പം എല്ലാ സാധനങ്ങളും അതിലേക്ക് ചേർക്കണം, അല്ല പിടിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും. ശരിയാണ്. ബാക്കി ഇപ്പൊ പച്ചയ്ക്കും ഇത് കൊണ്ടുവരുമല്ലോ. അപ്പൊ കൊണ്ടുവരുമ്പോ തന്നെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു വട്ടകയില് വെള്ളം ഒഴിച്ച് ഉപ്പും ചൊറുക്ക ഒഴിച്ച് കുറച്ച് നേരം അങ്ങനെ വെക്കും. എന്നിട്ടാണ് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് കഴുകുക. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇതുകളൊക്കെ വിഷാംശവും കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ. അപ്പൊ അങ്ങനെ കല്ലുപ്പും ചൊറുക്കി ഒഴിച്ച് വെക്കും അല്ലേ ചിക്കൻ. നല്ല രസം. ഒരു 2 ഉരുള ചിക്കൻ വേണ്ട, അടിപൊളി. അതെ അതെ. ചോറ് ഞാൻ നന്നായി കഴിച്ചു. സാധാരണ കഴിക്കണ ഇരട്ടി കഴിച്ചു. പിന്നെ ഇവിടെ വേറെ വീടുകളിൽ വന്നിട്ട് ഇങ്ങനെ വേറെ വീട്ടിലാന്ന് വിചാരിക്കണ്ട, ഇവിടത്തെയാന്ന് വിചാരിച്ചാൽ മതി. അതാണ് ഞങ്ങൾക്ക് അങ്ങനെയാണെ നമ്മള് കഴിക്കില്ലല്ലോ. ചോറ് കൊണ്ടാത്ത ദിവസം നമ്മുടെ അടുത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ എന്താണോ ഉള്ളത് നമ്മുടെ വീട്ടിലത്തെ ആളുകളായപ്പോഴും ഞങ്ങൾ പറയുന്നത് കംഫർട്ടബിൾ. ഞാൻ ഒരിക്കലും പോകാൻ അതന്നെ. അങ്ങനെയുള്ളവരെ നമുക്ക് ബുദ്ധിമുട്ടാ. അവര് വേണ്ട വേണ്ടെന്ന് പറയുള്ളൂ. നമ്മള് നിർബന്ധിച്ച് അതായത് ഇവിടെ വരുന്നത് നന്നായി ഭക്ഷണം കഴിക്കുന്നവര്, അതായത് പിന്നെയും ചോദിക്കാൻ നിൽക്കാണ്ട് തന്നെത്താൻ വിളമ്പി എടുത്ത് കഴിക്കുന്നവരെയാണെന്ന് പറഞ്ഞത് ഇഷ്ടം. അതല്ലേ നമുക്ക് നല്ലത് അല്ലേ? നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളൊരു ഫ്രീ ആവുള്ളൂ. ബിഞ്ചൊക്കെ ഇടയ്ക്ക് ഇവിടെ ചായ കുടിക്കാനൊക്കെ വരും. 4 മണി ക്ലാസ് ചായ തരൂ. ചേട്ടൊന്നും പറയില്ലല്ലോ, കഴിക്കുന്നതിൽ വ്യാപൃതനായിട്ടിരിക്കുകയാണ്. ഇനി കഴിക്കണ്ട ബ്രെഡ് കഴിഞ്ഞിട്ട്. അതെ ഇപ്പൊ വേണ്ടേ? ഞങ്ങള് ഉച്ചക്കലത്തെ ചോറുണ്ട് കഴിഞ്ഞ പിന്നാലെ തന്നെയാണേ. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കണേ. എനിക്കിത് കാണുമ്പോ കഴിക്കണം എന്നുണ്ട്, പക്ഷെ വയറില്ല. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല. അന്ന് വന്നപ്പോ. അതെ. ഇനി അടുത്ത സാധനം തന്നെ ഞങ്ങളും ഇനി ഉണ്ടാക്കും. ഇനി ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡും ഇതും മതി അല്ലേ? ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇതാണ് വേഗം ഉണ്ടാക്കാം. നാളികേരപ്പാല് പിഴിയണ ഒരു പണിയുള്ളത്, പിന്നെ ചേട്ടൻ ചെയ്തോളൂ. നാളികേരപ്പാല് പിഴിയണ തന്നെയുള്ളൂ. അതിനകത്ത് പിന്നെ ആ വല്ലാണ്ട് ലൂസിൽ പിഴിയരുതെന്ന് മാത്രം. ഞങ്ങള് 3-ാം പാലും കൂടി പിഴിയും. എന്താന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ചാറുണ്ടാവില്ല. ഇതിപ്പോ നമുക്ക് വീട്ടിലേക്ക് എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് 2 എടുക്കല് കഴിയുമ്പോ ഇതില് പിന്നെ അവസാനം കഷ്ണം മാത്രം പരിപാടിക്ക് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര കട്ടിയാവും. അപ്പൊ ഈ മക്രോണിയും കൂടി ഇടണ കാരണം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അതുകൊണ്ട് കട്ടിയാവും. പക്ഷെ വീട്ടിലേക്ക് നമുക്ക് കുഴപ്പമില്ല. ഒരു പരിപാടികൾക്ക് നമ്മളിപ്പോ സെർവ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോ ഇതിങ്ങനെ പിള്ളേര് സെർവിങ്ങിന് എടുക്കുമ്പോ ഇങ്ങനെ എടുത്ത് അവസാനം
ചാറുണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പൊ ഒരു ഇത്തിരിയും കൂടി ലൂസാക്കാൻ വേണ്ടി മൂന്നാം പാലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പൊ അവിടെ ചെല്ലുമ്പോ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പാചകം സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. നന്ദി, നമസ്കാരം.